അപ്പോൾ ഗൈസ് നമ്മളൊരു പുതിയ ഗെയിമായിട്ട് വന്നേക്കാണ്. ഇതിൻ്റെ പേരാണ് ഹോം എസ്കേപ്പ്. ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് ഉണ്ട്. 5 ഹെൽത്താണ് ടോട്ടലി വേണ്ടത്. 5 ഹെൽത്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഹെൽത്ത് നമുക്കത് ഇതാട്ടോ ഹെൽത്ത്. നമ്മൾ എന്നിട്ട് വീണ്ടും വീണ്ടും റീഫിൽ ചെയ്യണം. ഞാൻ ഇപ്പോൾ കുറച്ച് കളിച്ചു വെച്ചിട്ടുണ്ട് ഈ കളി. പിന്നെ ഈ ഹെൽത്ത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഹെൽത്ത് കയറ്റണം, ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല. അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഹെൽത്ത് കുറയുന്നതനുസരിച്ച്. പിന്നെ ഇതാണ് വീട്. ശരിക്കും ഈ സ്ഥലമൊക്കെ അല്ലേ, ഈ സ്ഥലമൊക്കെ ഇതൊക്കെ ഇതേമാതിരി ഇരിക്കണ്ടായിരുന്നു. പൊട്ടി പിടിച്ചിട്ട് ആകെ അടച്ചിട്ടിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഇത് അൺലോക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗമൊക്കെ അൺലോക്ക് ചെയ്യണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ മാപ്പ് അൺലോക്ക് ചെയ്യണം, എന്നാലേ അവിടേക്കൊക്കെ കാണുള്ളൂ. നല്ല വലിയ മാപ്പൊക്കെ ശരിക്കും. ഈ സ്ഥലമൊക്കെ അൺലോക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മളെന്താ ഗാരേജാണ്. അവിടെ കുറെ മിഷൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ആ മിഷൻസ് ഒക്കെ ഇവിടെ കണ്ട സ്റ്റാർ സീറോ ആണെന്നണ്ട, അത് നമ്മൾ ക്യാൻഡി ക്രഷ് ഇല്ലേ ഗെയിം ഇവിടെ കളിച്ച് കഴിഞ്ഞാൽ കണ്ട ക്യാൻഡി ക്രഷ് ഗെയിം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ സ്റ്റാർ കിട്ടും. ഇപ്പൊ നമ്മുടെ ഹെൽത്ത് ഫുള്ളാണ്, 5 ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. അടുത്ത അപ്ഡേറ്റിലാണ് കിട്ടുള്ളത്. അപ്ഡേറ്റ് വരുമ്പോ ഞാൻ പറയാം. ഇവിടെ ഉണ്ട പൂമ്പാറ്റൊക്കെ ഗൈസ്. ഇതാട്ടോ എന്റെ വീട് ഗൈസ്. പിന്നെ ഇവിടെ ഉണ്ട ഇതൊക്കെ അൺലോക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. ഈ വീട് തന്നെ ഉണ്ട് കുറെ അൺലോക്ക് ചെയ്യാൻ. കണ്ടോ ഗൈസ്, ഇവിടെ കുളമുണ്ട്. കുളത്തിന്റെ അടുത്ത് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കുറെ സാധനം ഉണ്ട് ഗൈസ്. ഇവിടെ കാമ്പലൊക്കെ ഉണ്ടായിരുന്നു നിക്കണത്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ മിഷൻസ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇതിൽ കുറെ മിഷൻസ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം. അപ്പൊ ഇനി കുറച്ചുകൂടി മിഷൻസ് ചെയ്യാണ്ട്. ആ മിഷൻസ് ചെയ്യണതിനനുസരിച്ചാണ് നമുക്ക് ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ അൺലോക്ക് ആവുക. ഇപ്പൊ ഇവിടെ ഉണ്ടാകുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഷൻസ് വരും. ഇപ്പൊ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർ കൊടുക്കണം എന്നാ പറയണത്. അപ്പൊ ആ സ്റ്റാറുമ്മ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കളിക്കാനുള്ള ഓപ്ഷൻ വരും. കണ്ട ഇത് ക്യാൻഡി ക്രഷ് ആണ്. നമ്മള് അത് പ്ലേ കൊടുക്കുക. അപ്പൊ ഇത് വെറൈറ്റി ക്യാൻഡി ക്രഷാ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കണ്ട 40 കപ്പും കിട്ടണം. ഈ 40 കപ്പും കിട്ടണം, 2 ഡോണറ്റും കിട്ടണം. ഈ ഡോണറ്റ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് വരും. അപ്പൊ നമുക്ക് കളിച്ചു തുടങ്ങാം. ഇവരെന്നെ കളിച്ച് കാണിച്ചു തരും. പിന്നെ 14 മൂവ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 14 നീക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാൻസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ഗെയിം. അപ്പൊ ഞാൻ ഈ ഗെയിമിൽ സംസാരം കുറവാകും. അത് കാരണമാണ് എല്ലാം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് കളിക്കാൻ തുടങ്ങാം. ഇവരെന്നെ കാണിച്ചതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് ജയിക്കാൻ പറ്റും. ഇതുണ്ട് ഇങ്ങനത്തെ റോക്കറ്റ് ബൂസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഇവിടെ കുറെ വെപ്പൺസ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് ജയിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതിൽ തന്നെ നമുക്ക് വെപ്പൺസ് ഒക്കെ തരും. അപ്പൊ കണ്ട ഇപ്പൊ ഒരു റോക്കറ്റ് വന്നിട്ടുണ്ട്. അതിപ്പോ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് കുറെ കോയിൻസ് നമ്മൾ അനക്കാണ്ട് തന്നെ എല്ലാം പോകും. വേണ്ട വീണ്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ 2 വരികയാണെങ്കിൽ ഇത് 2 ഒരുമിച്ചാണ് കൊടുക്കുക. അപ്പൊ ഒരു പ്രത്യേക ടൈപ്പ് റോക്കറ്റ് പോവുന്നത്. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. അയ്യോ ഗൈസ് കണ്ട നമ്മുടെ മൂസ് തീർന്നു. അത് കാരണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ട
ഇത് ഇനി വീണ്ടും നമുക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഒരു ഹാർട്ട് കൊടുക്കണം. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീണ്ടും കളിക്കുകയാണെങ്കിൽ ഹാർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കൊന്ന് ബാക്ക് അടിക്കാം. എന്താ ഒരു ഹാർട്ട് പോയി. ഇപ്പൊ 4 ഹാർട്ടാ. 4 ഹാർട്ട് കൊണ്ട് 29 മിനിറ്റും 30 സെക്കൻഡും കളിക്കാം. അങ്ങനെയാണ് ഈ ഗെയിം. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നെറ്റ് വേണം. ഇത് കണ്ട ഗൈസ്, ഇതൊരു പ്രത്യേക ടൈപ്പ് ക്യാൻഡി ക്രഷ് ആണ്. ക്യാൻഡി ക്രഷ് എന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഹൗസും ഇപ്പൊ ക്ലിക്ക് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മുടെ ഇവിടെ ഉണ്ട് ഒരു എനർജി അത് കുറയിട്ടാ. നമ്മള് ഹൗസും ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇതേണ്ട പുതിയ പുതിയ ഐറ്റംസ് കിട്ടും. തൊണ്ടടക്കാണെങ്കിൽ അപ്പൊ നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് കിട്ടും. അങ്ങനെ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ കൊടുക്കണം. അപ്പൊ നമുക്കൊരു ബ്രഷ് കിട്ടും. ബ്രഷ് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. അപ്പൊ ഹാമർ ആവും. ഹാമർ ഇപ്പൊ എവിടെയും കൊടുക്കാനില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഇതേപോലെ ചെയ്യും. അപ്പൊ നമുക്ക് ബ്രഷ് കിട്ടും. നമ്മൾ വീണ്ടും ഇതേപോലെ ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് ഹാമറും. അപ്പൊ നമുക്ക് പുതിയൊരു ഐറ്റം കിട്ടും. ആ ഐറ്റം വേറെ ഐറ്റം. അങ്ങനെ ഐറ്റം കിട്ടിയാണ് ഇത് കളിക്കുക. അപ്പൊ ഇന്ന് പറയുന്നത് ഈ ഗെയിം ഒന്ന് പരിചയപ്പെടുത്തി തരിക. നാളെ തൊട്ട് ഇതിന്റെ ലോങ് വീഡിയോ ഉണ്ടാവും. അപ്പം ഈ ഗെയിം ഇന്ന് ഫുള്ളായിട്ട് പരിചയപ്പെടുത്താൻ പോവാ. പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ സാധനങ്ങൾ വാങ്ങാം. റോപ്പ് വാങ്ങാം, ബാഗ് വാങ്ങാം, ബൈനോക്കുലർ വാങ്ങാം, കൊടി വാങ്ങാം, ഹാറ്റ് വാങ്ങാം. പിന്നെ ഏറ്റവും വില പിടിച്ച് ടെന്റ് വാങ്ങാം. അതിലൊക്കെ ഈ സാധനം വേണം. ഈ സാധനം ഇത് ഏകദേശം നമുക്ക് വേണ്ട സാധനമാണ്. ഇതിന് പറയുന്നത് എനർജി ബാർന്ന. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീണ്ടും വാങ്ങേണ്ടി വരും. ഇവിടെ ഉണ്ടാവും. ഞാൻ കുറച്ച് സാധനങ്ങൾ ക്ലെയിം ചെയ്ത് വെച്ചിട്ട് കേട്ടാ. പുതിയ പുതിയ സാധനങ്ങൾ കിട്ടുന്നല്ല. ഇനി ഒരെണ്ണൂടി ഉണ്ട്. അത് അൺലോക്ക് ആവണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ പ്ലസ് ചെയ്ത് കൊണ്ടുപോകണം. അത് കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. ഓക്കെ, എക്സിറ്റ് അടിക്കാം. ടി വി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ടി വി ഓണാവും, ഓഫാവും, ഓണാവും, ഓഫാവും, ഓണാവും. ഓ പുതിയ പുതിയ ചാനൽ വരുന്നിട്ടാ. ഇത് മതി. അടിപൊളിയാ. കൗബോയുടെ ചാനലാ സെറ്റ്. അതെ ഫോൺ അടിക്കുകയാണ്. അവൻ ഫോൺ എടുത്തു. ഹലോ, അതെ ഇത് ഞാൻ ഇപ്പൊ ലെവൽ എത്ര അറിയുമോ? ഇപ്പൊ ലെവല് കാണിച്ചു. ലെവൽ 33 ഞാൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ ദിവസമായി കളിക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യത്തിന് ഞാൻ ഈ ഗെയിം ഒന്ന് പഠിച്ചു വരാൻ ഒരു 2 ദിവസം എടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്നത് പിന്നെ ഒരു സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നമുക്ക് നാളെ പറ്റുമെങ്കിൽ ഞാൻ ഇതിന്റെ ഫുൾ ഗെയിം പ്ലേ ഇടാം. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 5000 ആണ്. അത് എല്ലാവരും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.